Hi everyone, it's me TP Shamim. Welcome all to Shamim's Language House. Shamim's Language Houseന്റെ മറ്റൊരു സ്പോക്കൺ ഇംഗ്ലീഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൺഫ്യൂഷൻ ഒഴിവാക്കാം, ഇംഗ്ലീഷ് സംസാരിക്കാം, പാർട്ട് 7. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹാവ്, ഹാസ്, അതോടൊപ്പം തന്നെ there is, there are. ഈ രണ്ട് യൂസേജുകൾ തമ്മിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കലാണ്. എവിടെയാണ് ഹാവ്, ഹാസും there isഉം there areഉം തമ്മിലുള്ള കൺഫ്യൂഷൻ വരുന്നത്? നമുക്കറിയാം, ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറയാൻ നമ്മളിൽ പലവരും പറയാൻ ഐ ഹാവ് ക്ലാസ് ടുഡേ എന്നാണ് പറയാറ്. പക്ഷെ അവിടെ ഞാൻ എന്ന് പറയുന്നില്ല. അഥവാ എനിക്ക് ക്ലാസ് ഉണ്ട് എന്നല്ല പറയുന്നത്, ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ there is class today എന്നാണ് പറയുക. പക്ഷെ നമ്മിൽ പലവരും എന്താണ് ഐ ഹാവ് ക്ലാസ് ടുഡേ എന്നാണ് പറയാറ്. കാരണം എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഐ ഹാവ് ക്ലാസ് ടുഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൺഫ്യൂഷനായിട്ട് മാറുന്നത്? ബിക്കോസ് there is എന്നതിനും ഹാവ് എന്നതിനും ഉണ്ട് എന്ന സെയിം മീനിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കൺഫ്യൂഷൻ എന്നാണ് വരാൻ സാധ്യതയുള്ള യൂസേജുകളാണ്. അപ്പോൾ ഇവിടെ ഐ ഹാവ് ക്ലാസ് ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ക്ലാസ് ഉണ്ട് എന്നാണ് പറയുക. നേരെ മറിച്ച് ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടി there is class today എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല എന്ന് പറയാൻ ഐ ഹാവ് നോ ക്ലാസ് ടുഡേ എന്നാണ് പറയുക. നേരെ മറിച്ച് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് മാത്രം പറയാനാണോ there is no class today എന്ന് പറയും. ഇതിൻ്റെ പാസ്റ്റ് ടെൻസിലും ഇതേ രൂപത്തിൽ തന്നെയാണ് വരിക. ഇപ്പോൾ എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, ഐ ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ എന്ന് പറയും. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഐ ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. നേരെ മറിച്ച് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ there was no class yesterday. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, there was class yesterday. ഇതേപോലെ തന്നെയാണ് ഫ്യൂച്ചറിലും നമുക്ക് പറയാം, എനിക്ക് നാളെ ക്ലാസ് ഉണ്ടാകും, ഐ വിൽ ഹാവ് ക്ലാസ് ടുമോറോ എന്നാണ് പറയുക. ഇതേ സെൻറ്റൻസ് there isനോടൊപ്പം പറയുമ്പോൾ നാളെ ക്ലാസ് ഉണ്ടാകും എന്നാണ് പറയുക, there will be class tomorrow. പക്ഷേ സാധാരണ രീതിയിൽ പ്രസൻറ്റും പാസ്റ്റ് ടെൻസും ആണ് നമ്മൾ ഒരുവിധം എല്ലാ സെൻറ്റൻസുകളും ഉപയോഗിച്ച് വരുന്നത്, there is ആണെങ്കിലും ഹാവ്, ഹാസ് ആണെങ്കിലും. അപ്പോൾ ഫ്യൂച്ചർ അങ്ങനെ പറഞ്ഞു വരാത്തത് കൊണ്ട് ഞാൻ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എങ്കിലും there will be class tomorrow എന്നും പറയാം. അതേപോലെ തന്നെ ഐ വിൽ ഹാവ് ക്ലാസ് ടുമോറോ എന്നും പറയാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രസൻറ്റ് ടെൻസ് ആണ് നാളത്തെക്കുറിച്ചും പറയാറ്. ഇപ്പോൾ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, ഐ ഹാവ് ക്ലാസ് ടുമോറോ. അതേപോലെ തന്നെ നാളെ ക്ലാസ് ഉണ്ട് എന്ന് പറയാം, there is class tomorrow. നാളെ ക്ലാസ് ഇല്ല എന്ന് പറയാൻ there is no class tomorrow. നാളെ എനിക്ക് ക്ലാസ് ഇല്ല എന്ന് പറയാൻ ഐ ഹാവ് നോ ക്ലാസ് ടുമോറോ. അപ്പോൾ അവിടെ there will beൻ്റെയും അതേപോലെ ഐ വിൽ നോട്ട് ഹാവ് എന്നുള്ളതിന് യൂസേജ് നമ്മുടെ പറയേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ഹാവിൻ്റെയും ഹാസിൻ്റെയും അതേപോലെ there is, there areഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ ചെറിയ കുറച്ച് സെൻറ്റൻസുകളിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ഇനി കോമൺ സെൻറ്റൻസും ഇതിൻ്റെ ഒരുപാട് വ്യത്യസ്ത സെൻറ്റൻസുകളും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഹാവിൻ്റെ കുറച്ച് സെൻറ്റൻസുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഐ ഹാവ് ക്ലാസ് ടുഡേ, ഐ ഹാവ് നോ ക്ലാസ് ടുഡേ, ഷി ഹാസ് മീറ്റിംഗ്, I have a dictionary, she has camera, I had no class yesterday. ഇതേ രൂപത്തിൽ നമ്മുടെ there is പറയുമ്പോൾ there is class today, ഇന്ന് ക്ലാസ് ഉണ്ട്. ഓക്കെ, there is no class today, ഇന്ന് ക്ലാസ് ഇല്ല. there is a meeting, ഒരു മീറ്റിംഗ് ഉണ്ട്. there is a camera, ഒരു ക്യാമറയുണ്ട്. there was no class yesterday, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഒന്ന് സബ്ജക്റ്റിനെ വെച്ച് പറയുന്നു, ഐ ഹാവ് ക്ലാസ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് ക്ലാസ് ഉണ്ട് എന്നാണ്. there is no class today എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ലാസ് ഇല്ല എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം there isഉം അതേപോലെ ഹാവും തമ്മിൽ ഉണ്ട്, രണ്ടും ഉണ്ട് എന്ന അർത്ഥമായതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരാൻ സാധ്യത. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ എന്ന പാർട്ടിൽ ഈ ഒരു യൂസേജും കൂടി ഞാൻ ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് കുറച്ച് കോമൺ സെൻറ്റൻസിലേക്ക് കടക്കാം. കോമൺ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഹാവ്, ഹാസിൻ്റെയും അതേപോലെ there is, there areൻ്റെയും വേറെ വേറെ ഒരുപാട് സെൻറ്റൻസുകൾ ഞാൻ പറയാം. അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ കുറച്ച് സെൻറ്റൻസുകൾ ഹാവ്, ഹാസിൻ്റെയും പറയാം. മൈ സിസ്റ്റർ ഹാസ് ബ്ലൂ ഐസ്, എൻ്റെ സിസ്റ്ററിന് നീല കണ്ണുകളുണ്ട്. സം യങ് പീപ്പിൾ ഹാവ് നോ ജോബ്സ്,
ചില യുവാക്കൾക്ക് ജോബ് തന്നെ ഇല്ല. ദിസ് ബുക്ക് ഹാസ് 200 പേജസ്. ഈ ബുക്കിന് 200 പേജുകളുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദാറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. മാരി ഹാസ് 2 സിസ്റ്റേഴ്സ്. മാരിക്ക് 2 സഹോദരിമാരുണ്ട്. ദർ ഈസ് വാട്ടർ ഇൻ ദ ബോട്ടിൽ. ഈ ബോട്ടിൽ വെള്ളമുണ്ട്. ദർ ആർ മെനി പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. ഒരുപാട് ചെടികൾ പൂന്തോട്ടത്തിലുണ്ട്. വാട്ട് ആർ ദ ഇൻ യുവർ ഹൗസ്? ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ആർ ദ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമുക്ക് പറയാം ദർ ഇസ് എ കിച്ചൺ, ദർ ഇസ് എ സിറ്റ് ഔട്ട്, ദർ ഇസ് എ ബെഡ്റൂം, അല്ലെ? ദർ ആർ ബെഡ്റൂംസ് എന്ന് പറയും ഒന്നിൽ കൂടുതലാണെങ്കിൽ. ദർ ഇസ് എ ടി വി, ദർ ഇസ് എ ഗേസർ. ഗേസർ എന്ന് പറഞ്ഞാൽ ഹീറ്റർ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് എന്താണ് പറയാം. അപ്പോൾ അതിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വാട്ട് ആർ ദ ഇൻ യുവർ ഹൗസ്, അറ്റ് യുവർ ഹോം എന്നും പറയാം. അതേപോലെ ഈസ് ദർ എ ബാത്റൂം ഇൻ യുവർ ഹൗസ്? യെസ്, ദർ ഇസ് എ ബാത്റൂം ഇൻ മൈ ഹൗസ്. ദർ ഇസ് എ ബാത്റൂം അല്ലെങ്കിൽ ദർ ഇസ് നോ ബാത്റൂം. അപ്പോൾ ബാത്റൂം ഉണ്ട് എന്ന് പറയാം. ദർ ഇസ് എ ബാത്റൂം. ഹു ആർ ദ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ദർ ഇസ് മൈ ഫാദർ, മൈ മദർ, മൈ സിസ്റ്റേഴ്സ്, മൈ ബ്രദേഴ്സ്, അങ്ങനെ പറയാം. വാട്ട് ആർ ദ ഇൻ യുവർ സ്കൂൾ? സ്കൂളിൽ എന്തൊക്കെയുണ്ട്? ദർ ആർ 3 ബിൽഡിങ്സ്, ദർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്, ദർ ഇസ് എ ലൈബ്രറി, ദർ ഇസ് എ സ്റ്റാഫ് റൂം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങളായിട്ട് പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഹാവ് ഹാസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ക്വാളിഫിക്കേഷൻ ഡു യു ഹാവ്? നിനക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്? ഐ ഹാവ് എ ഡിഗ്രി ആൻഡ് 2 years എക്സ്പീരിയൻസ്. ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഡസ് ഷീ ഹാവ്? അവൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? അവൾക്ക് എന്ന് പറയുമ്പോൾ ഡസ് ഷീ ഹാവ് എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ഷീ ഹാസ് 5 years എക്സ്പീരിയൻസ്. ഇവിടെ ആൻസർ പറയുമ്പോൾ ഹാസ് വരുന്നു. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ പറയുമ്പോൾ അവിടെ ഡസും ഡൂം എന്നാണ് ഹാവിനോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിങ്ങളുടെ വശം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്ര പണമുണ്ട്? ഐ ഹാവ് 2 lakhs. ഹൗ ലോങ് ഡു യു ഹാവ് ദിസ് പെയിൻ? ഈ വേദന നിങ്ങൾക്ക് എത്ര നാളായി തുടങ്ങിയിട്ടുണ്ട്? ഹൗ ലോങ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര നാളായി ഈ വേദനയുള്ളത്? ഐ ഹാവ് സിൻസ് മൺഡേ. കഴിഞ്ഞ മൺഡേ മുതൽ എന്നാണ് എനിക്ക് ഈ ഒരു വേദനയുണ്ട്. ഹൗ ലോങ് ഡു യു ഹാവ് ദിസ് പെയിൻ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എത്ര നാളായി ഈ പെയിന് ഉള്ളത്? അതേപോലെ വാട്ട് എൽസ് ഡു യു ഹാവ്? നിങ്ങൾക്ക് വേറെന്തൊക്കെയുണ്ട്? ഐ ഹാവ് നത്തിങ് എൽസ്. എനിക്ക് വേറൊന്നുമില്ല എന്ന് പറയും. ഹൗ മച്ച് കോൺഫിഡൻസ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര ആത്മവിശ്വാസമുണ്ട്? ഐ ഹാവ് ഇനഫ് കോൺഫിഡൻസ്. ഐ ഹാവ് ടു മച്ച് കോൺഫിഡൻസ്. ഇങ്ങനെയൊക്കെ നമുക്കെന്താണ് പറയാം. ഓക്കെ, അപ്പോൾ ഹാവിൻ്റെയും നമ്മൾ പറഞ്ഞു, ദർ ഈസ് ദർ ആറിൻ്റെയും പറഞ്ഞു. ഓക്കെ, ഇനിയും കുറച്ച് സെൻറ്റൻസും കൂടി ഞാൻ പറയാം. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്സും നോവും കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഡു യു ഹാവ് എനി പ്രോഗ്രാം ടുഡേ? നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? യെസ്, ഐ ഹാവ് എ പ്രോഗ്രാം ടുഡേ. അല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് ഹാവ് പ്രോഗ്രാം ടുഡേ. അല്ലെങ്കിൽ നോ, ഐ ഹാവ് നോ പ്രോഗ്രാം എന്ന് പറയാം. ഡു യു ഹാവ് ഗുഡ് സാലറി? നിങ്ങൾക്ക് നല്ലൊരു സാലറി ഉണ്ടോ? യെസ്, ഐ ഹാവ് ഗുഡ് സാലറി. നല്ലൊരു സാലറി ഉണ്ടെങ്കിൽ. അല്ലെങ്കിലോ നോ, ഐ ഹാവ് നോ ഗുഡ് സാലറി. ഐ ഡോണ്ട് ഹാവ് ഗുഡ് സാലറി. ഹാവ് നോ എന്നും പറയാം, ഐ ഡോണ്ട് ഹാവ് എന്നും പറയാം. ഡസ് ഷീ ഹാവ് ഹെഡേക്ക്? അവൾക്ക് ഹെഡേക്ക് ഉണ്ടോ? യെസ്, ഷീ ഹാസ് ഹെഡേക്ക്. നോ, ഷീ ഡസൻ ഹാവ് ഹെഡേക്ക്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷീ ഹാസ് ഹെഡേക്ക്, നോ ഷീ ഡസൻ ഹാവ് ഹെഡേക്ക്. ഇവിടെ ഡു ഡസ് ആണ് ഓക്സിലറി വേർബായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡു യു എ ഡ്രീം? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ? യെസ്, ഐ ഹാവ് എ ഹിമാലയൻ ഡ്രീം. അല്ലെങ്കിൽ ഐ ഹാവ് എ ബിഗ് ഡ്രീം. ഡ്രീമിനെ കുറിച്ച് മാർട്ടിൻ ലൂതർ കിങ് പ്രസംഗിച്ചിരുന്നു. അതേപോലെ നമുക്കൊരു വലിയൊരു ഡ്രീം എന്നാണ്, നമ്മുടെ സ്വപ്നം ഉണ്ട്, അത് സാക്ഷാത്കരിക്കലാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ചിലരുടെ ഡ്രീം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നാണ്. എ ബേണിംഗ് ഡിസയർ എന്ന് പറയും, കത്തിജ്വലിക്കുന്ന ആഗ്രഹം. അപ്പോൾ നമ്മളെ ഡ്രീം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പോൾ ഡസ് യു ഹാവ് എനി അതർ ഇൻകം? അവൾക്ക് വേറെന്തെങ്കിലും ഇൻകം, വരുമാന മാർഗമുണ്ടോ എന്നാണ്. യെസ്, ഷീ ഹാസ് സം അതർ ഇൻകം സോഴ്സ് എന്നും പറയാം. നോ, ഷീ ഡസൻ ഹാവ് എന്നും പറയും. ഡു ദേ ഹാവ് കറേജ് ടു സ്പീക്ക് ഇംഗ്ലീഷ്? അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? യെസ്, ദേ ഹാവ് കറേജ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. നോ, ദേ ഡോണ്ട് ഹാവ്. ദേ ഹാവ് നോ കറേജ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഡസ് ഷീ ഹാവ് എനി സീക്രട്ട് അഫെയർ? അവൾക്ക് വേറെ ഏതെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള അഫെയർ ഉണ്ടോ? ലവ് ഉണ്ടോ? യെസ്, ഷീ ഹാസ് സം സീക്രട്ട് അഫെയർ. നോ, ഷീ ഡസൻ ഹാവ് സം സീക്രട്ട് അഫെയർ. അല്ലെങ്കിൽ ഡു യു ഹാവ് റിലേറ്റീവ്സ് ഹിയർ? ഇവിടെ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ടോ? യെസ്, ഐ ഹാവ് സം റിലേറ്റീവ്സ് ഓവർ ഹിയർ. നോ, ഐ ഡോണ്ട് ഹാവ് എനി റിലേറ്റീവ്സ് ഹിയർ.
ഇനി there is പറയുമ്പോഴോ is there yes or no question പറയുമ്പോൾ is there a hospital in your city? നിങ്ങളുടെ സിറ്റിയിൽ ഹോസ്പിറ്റൽ ഉണ്ടോ? Yes, there is a hospital. No, there is no hospital in my city. അതേപോലെ is there airport in your state? നിങ്ങളുടെ സംസ്ഥാനത്ത് എയർപോർട്ട് ഉണ്ടോ? Yes, there are more than 3 airports in my state എന്ന് പറയാം. അല്ലെങ്കിൽ there is no airport in my state എന്ന് പറയും. Is there a road to your house? നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു റോഡ് ഉണ്ടോ? Yes, there is a road to my house, towards my house എന്ന് പറയാം. There is no road. Are there monkeys on the tree? There are monkeys on the tree. No, there are no monkeys on the tree. Are there 20 teachers in your school? Yes, there are more than 20 teachers in my school. അപ്പോൾ ഞാൻ ഒരുപാട് സെൻറ്റൻസുകൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ പറഞ്ഞു, ആൻസർ പറഞ്ഞു, അതേപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ there isഉം there areഉം അതേപോലെ have hasഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓർക്കുക, സംസാര ഭാഷ സംസാരത്തിലൂടെ തന്നെ നേടിയെടുക്കേണ്ടതാണ്. there is no other option. നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ നിർബന്ധമാണ്. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രിട്ടീഷ് അക്കാഡമിയും ഷെമീൻസ് ലാംഗ്വേജ് ഹൗസും സംയുക്തമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാട്സപ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതും പേഴ്സണലായും ഗ്രൂപ്പായും നോൺ മലയാളീസിനെയും മലയാളീസിനെയും വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഹിന്ദി, സ്പോക്കൺ അറബിക്, IELTS എന്നീ കോഴ്സുകൾക്ക് കോൾ ഓർ വാട്സപ്പ് 9207712666, 13666 and 14666. Thank you very much for listening and all the best.